ഇനിയിപ്പോൾ വരുന്ന നെക്സ്റ്റ് പ്രോജക്റ്റുകൾ എന്താ ആസ് എൻ എഡിറ്റർ ഇനി വരാൻ പോകുന്ന പ്രോജക്റ്റുകൾ? ഇപ്പോൾ നടക്കുന്നത് ജോഫിൻ്റെ പടം, പിന്നെ ഹനീഫിൻ്റെ പടം, പിന്നെ മിഥുൻ്റെ വെബ് സീരീസും ആണല്ലേ. ഇതിലിപ്പോൾ മാർക്കോ ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ് നിൽക്കുകയാണല്ലോ? ഇല്ല, എല്ലാം ഷൂട്ട് തീർന്നുള്ളൂ, എഡിറ്റ് ചെയ്യണം ഇപ്പോൾ. ജോഫിൻ്റെയും ഇത് മൂന്നും എഡിറ്റ് ചെയ്യണം. സ്ലിപ്പ് പോസ്റ്റ് ഇറങ്ങിയപ്പോൾ തന്നെ ഇപ്പോൾ അത്യാവശ്യം ചർച്ചയിലുണ്ട് സിനിമ. മാർക്കോ എഡിറ്റർ എന്നുള്ളതിൽ എങ്ങനെയാണ്? മാർക്കോ ഫുൾ ആക്ഷൻ പടമാണ്, ടോട്ടലി മോസ്റ്റ് വയലന്റ് മൂവി എന്നൊക്കെയാണ്. മോസ്റ്റ് വയലന്റ് മൂവിയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ എനിക്കൊന്ന് ആദ്യം വളരെ കാലത്തിന് ശേഷം എനിക്കൊരു സ്പിൻ ഓഫ് സിനിമയും വരുന്നത്. അതെ, ഞാൻ അത് കണ്ടിട്ട് ഞാൻ ഹനീഫിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇതുവരെ കണ്ട എല്ലാ കൊറിയൻ പടത്തിലും കൂടിയിട്ട് ഇത്രയും വയലൻസ് ഇല്ലെന്ന് പറഞ്ഞു. അത്രയുണ്ട്, അത് വെയിറ്റിംഗ് ആണ്. പിന്നെ അതുപോലെ ജോഫിന്റെ മൂവി പ്രീസ്റ്റിൽ നിങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തു, അതിനുശേഷം രണ്ടാമത്തെ ജോഫിന്റെ പടം ഒരു ഓൾട്ടർനേറ്റ് ഹിസ്റ്ററിയാണ്. അതും ഒരു രസമുള്ള ജോണറാണ്. അത് ഒരു കാലഘട്ടം പറയുന്നുണ്ട്. ഉണ്ട്. അപ്പൊ ആ സിനിമയില് മുമ്പ് ഷമീർ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ട്രോൾസ് അല്ലെങ്കിൽ ഒരു മീം ഒക്കെ വന്നിരുന്നു, ഒരു ക്യാരക്ടറിനെ എയിലൂടെ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത്. അത് ഏകദേശം അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല. അതായത് സൂപ്പർ സ്റ്റാർ ആണെന്നൊക്കെ മലയാളത്തിലൊരു സൂപ്പർ സ്റ്റാർ ആണ്. ഓക്കെ, ഇപ്പോൾ എയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കട്ടെ, ഇനി ഈ പറഞ്ഞ പോലെ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ എയുടെ ഒരു സാധ്യതകൾ എന്തൊക്കെയായിരിക്കും എന്നാണ് ഷമീറിന്? ഒരു ഫുൾ പടം എയിൽ ചെയ്യാൻ പറ്റാൻ സാധ്യതയില്ല. പക്ഷേ ഇപ്പോൾ ഇപ്പോൾ തന്നെ ഈ സ്റ്റേജ് ഷോസ് പോലത്തെ സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. കാരണം കറക്റ്റ് കട്ട് പോയിന്റ്സ് നോക്കി കട്ട് ചെയ്യുന്ന ഇതൊക്കെ വന്നിട്ടുണ്ട്. ഫുൾ പടം ചെയ്യുകയാണെങ്കിൽ അത് കാരണം ഞാൻ ഇറങ്ങിയിട്ടുള്ള കുറേ സാധനങ്ങൾ ഞാൻ നോക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു രീതി വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ആയിട്ടില്ല. ആവുമെന്നും പറയാൻ പറ്റില്ല കേട്ടോ, ഒന്നും പറയാൻ പറ്റില്ല. ഈ ചമൻ ചാക്കോ സംഗീതം ഇവരൊക്കെ സ്റ്റുഡൻസ് വന്ന് അവിടെ എഡിറ്റിംഗ് പഠിക്കാൻ വന്ന് പിന്നെ അസിസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരൊക്കെ ലൈക്ക് ഇപ്പോൾ പുതിയ പടങ്ങൾ ചെയ്യുന്നു. ഈ സംഗീതനാണ് അവാർഡും കിട്ടി. പ്രൗഡ് ടീച്ചറിന്റെ ഒരു ഇല്ല, ഞാൻ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുന്ന് സ്കൂളിൽ പഠിപ്പിച്ചു കൊടുക്കില്ല. അവർ വരും, വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ ഇവിടെ നിന്ന് ചെയ്ത് ഇതാവുന്ന